ഹലോ. അപ്പോൾ ഇന്നും പതിവ് പോലെ എണീറ്റ് കുളി കഴിഞ്ഞത് അടുക്കളയിൽ കയറി രണ്ടാമത്തെ കട്ടൻ ചായ കുടിക്കുകയാണ്. ഓരോ ദിവസം വിചാരിക്കും ഇന്നത്തോടെ ചായ കുടി നിർത്തും, ഇന്നത്തോടെ ചായ കുടി നിർത്തും. പക്ഷേ ഇന്ന് വരെയും പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നലെ കുതിർത്ത് വെച്ച കടലയും ഒരു സബോളയും ഒരു ഉരുളൻകിഴങ്ങും ശകലം മഞ്ഞൾപ്പൊടിയും ചേർത്ത് അത് വേകാനിട്ട് ഒരു നാളികേരം പൊട്ടിച്ചിട്ടുണ്ട്. കറിയിലേക്കല്ല കേട്ടോ, ഇത് പുട്ടിനുള്ളതാണ്. അച്ഛൻ കൊണ്ടുവരുന്ന നാളികേരമാണോ, അപ്പോൾ വലിയ വലിയ നാളികേരമായിരിക്കും. അതെല്ലാം ചിരകി വെച്ചു. അപ്പോഴേക്കും കടല വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് കടല എടുത്തിട്ട് ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കാനാണ്, കാരണം നമ്മൾ നാളികേരം ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് കടല അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഗ്രേവി നല്ല തിക്കായി കിട്ടും. അപ്പോൾ ഇനി മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, ഒരു പട്ട, ശകലം ഗ്രാമ്പു എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ച കടല ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, അതിനെയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് കടുകും ചെറിയുള്ളിയും ഒരു 2 കറിവേപ്പില ഉണ്ടായിരുന്നുള്ള അതും കൂടെ ചേർത്തതിന് ശേഷം താളിച്ചൊഴിക്കണം. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കറിയ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കാലത്ത് കഴിക്കാനായിട്ട് പുട്ടാണ് ചെയ്യുന്നത്. വെറും പുട്ടല്ല കേട്ടോ, റാഗി പുട്ട്. അപ്പോൾ അതിനായിട്ട് ഒരു പിടി അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇരട്ടിയോളം നമ്മൾ റാഗി പൊടിയാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കുറച്ച് പാൽപ്പൊടി കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നനയ്ക്കുകയാണ്. അപ്പോഴേക്കാണ് മോനേട്ടൻ വന്നത്. സമയം 9:30 എനിക്ക് ഗുളിക കഴിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അതിനിടയിൽ ഞാൻ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ പുട്ടുപാത്രത്തിലേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ആകെ മൊത്തം കാലത്ത് വൈകിയിരിക്കുകയാണ്. ഈ രാവിലെ നേരമുള്ള മഴയുണ്ടല്ലോ, അത് നമ്മുടെ എല്ലാ പണികളും തെറ്റിക്കും, സമയത്തിന് ഒന്നും നടക്കില്ല. അപ്പോൾ എന്ത് തന്നെയായാലും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, പുട്ടിന് പാത്രത്തിൽ നിന്ന് വരാൻ ഒരു മടി പോലെ. 2 കൊട്ട് കൊടുത്തപ്പോൾ പുട്ട് തനിയെ താഴേക്ക് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് കാലത്തേക്ക് കഴിക്കാനുള്ള പുട്ടും കടലയും നമ്മൾ അങ്ങനെ വിജയകരമായി പൂർത്തിയാക്കി എടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ മോനേട്ടനും പൊന്നൂസിനും ഇത് കഴിക്കാനായിട്ട് കൊടുക്കണം. ഇവിടെ പുട്ടുണ്ടാക്കണതല്ല പാട്, ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഇവിടെ പൊന്നൂസിനാണെങ്കിൽ പുട്ടിൻ്റെ കൂടെ പപ്പടം, അത് നിർബന്ധമാണ്. അവൾക്ക് പപ്പടം കൂട്ടിയാലേ പുട്ട് ഇറങ്ങുള്ളൂ. പക്ഷെ മോനേട്ടൻ അങ്ങനെയല്ല, പഴം വേണം. പൊന്നൂസിനാണെങ്കിൽ പഴം കണ്ണിന് നേരെ കണ്ടുകൂടാ, പപ്പടം മതി. മോനേട്ടനാണെങ്കിൽ BP ഉള്ളത് കാരണം പപ്പടം പറ്റില്ല, പഴം മതി. ആകെപ്പാടെ തലവേദനയാണ് കാലത്ത്. ഇവരുടെ രണ്ടിനും ഇടയിലാണ് എൻ്റെ വെറൈറ്റി ഐറ്റംസ്. കഴിഞ്ഞ പ്രാവശ്യം പച്ചക്കറി കൊണ്ടുവരുമ്പോൾ അച്ഛൻ കുറച്ച് നീല മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് പഴുത്ത് പാകമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാലത്ത് റാഗി പുട്ടിൻ്റെ കൂടെ ഞാൻ ഈ മാമ്പഴം കൂടെ ചേർത്തിട്ടാണ് കഴിച്ചത് കേട്ടോ. അയ്യോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയായിരുന്നു. നീലൻ മാമ്പഴവും റാഗിപ്പുട്ടും കടലക്കറിയും ചേർന്നിട്ട് എന്താ രുചി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.